ഒരു മനുഷ്യൻ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലി അല്ലെങ്കിൽ ഷഹാദത്ത് ചൊല്ലി അവൻ യഥാർത്ഥ ദീനിന്റെ വഴിയിലൂടെ നടന്നു തുടങ്ങുമ്പോൾ അവന്റെ വിശ്വാസ ആശയ ദർശനങ്ങളിലുള്ള ശിർക്കെന്ന മാലിന്യത്തെ മുഴുവൻ മാറ്റി നിർത്തി അവന്റെ വിശ്വാസത്തെ ശുദ്ധീകരിക്കുകയാണ്. വിശ്വാസിയാകുന്നു, അതോടുകൂടി നമസ്കാരം അവന് നിർബന്ധമാകുന്നു. 5 നേരം വുളുവെടുക്കുന്നതോടുകൂടി അവന്റെ ശരീരത്തിൽ പ്രകടമായ അവയവങ്ങളിലെ മാലിന്യങ്ങളും ശുദ്ധീകരിക്കപ്പെടുകയാണ്. 5 നേരത്തെ നമസ്കാരം അവന്റെ മാനസികമായും അതേപോലെ തന്നെ അവന്റെ ചിന്തകളെയും ശുദ്ധീകരിക്കുന്നു എന്നാണ്. നോമ്പുകൾ അവന്റെ ജീവിതത്തിൽ വരുന്നു. വിശുദ്ധ റമദാനിലെ നോമ്പുകൾ അവൻ എടുക്കുന്നതോടുകൂടി അത് പടച്ച റബ്ബ് സ്വീകരിക്കുക വഴി അവന്റെ ജീവിതത്തിൽ കഴിഞ്ഞു വന്ന പാപങ്ങളും അവിടെ മായ്ച്ചു കളയപ്പെടുന്നു. ഹജ്ജ് ചെയ്യുന്നതോടുകൂടി പരിപൂർണമായ അള്ളാഹുവിങ്കൽ സ്വീകാര്യമായ മബ്റൂറായ ഒരു ഹജ്ജ് നിർവഹിക്കുന്നതോടുകൂടി അവന്റെ ഉമ്മ അവനെ എങ്ങനെ പ്രസവിച്ചുവോ അതുപോലെ ശുദ്ധ ഹൃദയനായി അവൻ മടങ്ങി വരുമെന്നാണ്. ഇസ്ലാം കാര്യത്തിലെ 4 കാര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അതിലൊന്നാണ് ഇനി ബാക്കിയുള്ളത് സക്കാത്ത്. ആ സക്കാത്തും അവനെ ശുദ്ധീകരിക്കുന്നുണ്ട്. എങ്ങനെ? അവന്റെ സമ്പത്തിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് നൽകിയ അവന്റെ സമ്പാദ്യത്തെ ശുദ്ധീകരിക്കുന്നിടത്താണ് സക്കാത്ത് എന്ന പദം കടന്നു വരുന്നത്. നോമ്പിന്റെ ലക്ഷ്യം ചക്കുവയുണ്ടാകലാണ്, മനസ്സിനെ ശുദ്ധീകരിക്കലാണ്, പാപങ്ങൾ കഴുകിക്കളയലാണ്. ഈ റമദാനിന്റെ ചൈതന്യം നമ്മുടെ ഹൃദയത്തിൽ ഉള്ളതോടുകൂടി അതേപോലെ തന്നെ ഓരോ 5 വക്ത് നമസ്കാരത്തിലും നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നത് പോലെ ഹജ്ജ് കൊണ്ട് പരിപൂർണമായി നാം ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ സക്കാത്ത് കൊണ്ട് നമ്മുടെ സമ്പത്തിനെ ശുദ്ധീകരിക്കേണ്ടതുണ്ട്. യഥാർത്ഥത്തിൽ സമ്പത്ത് പരീക്ഷണമാണ്. സമ്പത്ത് പരീക്ഷണമാണ്. 2 രൂപത്തിൽ അല്ലാഹു സമ്പത്തിന്റെ വിഷയത്തിൽ നമ്മെ പരീക്ഷിക്കും. ഒന്ന്, സമ്പത്ത് തന്നുകൊണ്ട് പരീക്ഷിക്കും. സമ്പത്ത് ധാരാളമായി തന്നുകൊണ്ട് പരീക്ഷിക്കും. രണ്ടാമത്തേത്, താൽക്കാലികമായി സമ്പത്ത് തടഞ്ഞു വെച്ചുകൊണ്ട് പരീക്ഷിക്കും. ഇതിൽ ഏതു പരീക്ഷണം വേണം എന്ന് ചോദിച്ചാൽ സ്വാഭാവികമായിട്ടും നമ്മൾ പറയുക സമ്പത്ത് തന്നുകൊണ്ട് പരീക്ഷിച്ചോട്ടെ എന്നായിരിക്കും പറയുക. പക്ഷേ സമ്പത്ത് തന്നുകൊണ്ടുള്ള പരീക്ഷണത്തിൽ പലരും പരാജയപ്പെട്ടു പോകുന്നുണ്ട്. റബ്ബ് സമ്പത്ത് തരുന്നു, അതൊരു പരീക്ഷണമാണെന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആ പരീക്ഷണത്തിൽ പരാജയപ്പെട്ടു പോകുന്നുണ്ട് പലരും. അവിടെയാണ് നാം നേരത്തെ സൂചിപ്പിച്ച സക്കാത്ത് എന്ന പദത്തിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നാം ചേർത്ത് നിർത്തേണ്ടത്. ഓരോ ഇബാദത്തുകളെ പറ്റിയൊക്കെ നമുക്ക് വ്യക്തമായ ധാരണകളുണ്ട്. നമസ്കാരത്തെക്കുറിച്ച് നമുക്ക് ധാരണയുണ്ട്, നോമ്പിനെ കുറിച്ച് ധാരണയുണ്ട്. നോമ്പിന്റെ പകലിൽ എന്തു പാടില്ല, നോമ്പിൽ എന്തൊക്കെയാണ് പ്രതിഫലം, എന്തൊക്കെയാണ് നോമ്പിന്റെ ഗുണങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. പലപ്പോഴും സക്കാത്തിനെ കുറിച്ചുള്ള ചർച്ചകൾ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് കേൾക്കുവാനോ വായിക്കുവാനോ അറിയുവാനോ താല്പര്യപ്പെടാറില്ല. പലരും പറയാറുള്ളത് അത് എനിക്കുള്ളതല്ല, അത് സമ്പന്നർക്കുള്ളതാണ്, അല്ലെങ്കിൽ അത് വലിയ കണക്കുകളാണ്, അതൊന്നും എനിക്ക് മനസ്സിലാവില്ല, ഇതൊന്നും ഞാൻ പഠിക്കേണ്ടതല്ല എന്ന ചിന്തയിലൊക്കെ പലരും ഉണ്ടാവാറുണ്ട്. അവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം തിരിച്ചറിയേണ്ടത്, വിശുദ്ധ ഖുർആനിൽ 30-ലധികം തവണ സക്കാത്തുമായി ബന്ധപ്പെട്ട പരാമർശമുണ്ട്. 30 തവണ അല്ലെങ്കിൽ 32ഓളം ഇടത്ത്. അതിൽ 27ഓളം തവണ നമസ്കാരവുമായി ചേർത്തിയാണ് വിശുദ്ധ ഖുർആൻ സക്കാത്തിനെ വെച്ചിട്ടുള്ളത് എന്ന ഉദാഹരണമായി നമുക്ക് കാണാൻ കഴിയും. നമസ്കാരത്തിന്റെ കൂടെ ചേർത്തു പറഞ്ഞു. ഇങ്ങനെ 27 തവണ, ആകെ 30-32 തവണ പറഞ്ഞതിൽ 27 തവണ നമസ്കാരത്തിന്റെ കൂടെ ചേർത്തു പറഞ്ഞു എന്നാണ്. ഇനി നമ്മൾ ആലോചിക്കുക, നമസ്കാരത്തിനെ പോലെ നമുക്ക് സക്കാത്തിനെ കുറിച്ച് അറിയുമോ എന്നത് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ. എത്ര സുന്നത്ത് നമസ്കാരങ്ങളുണ്ട്, ഏതൊക്കെയാണ് നമസ്കാരത്തിന്റെ റക്അത്തുകൾ, ഏതൊക്കെയാണ് നമസ്കാരത്തിന്റെ സമയങ്ങൾ, നമസ്കാരത്തിലെ പ്രാർത്ഥനകൾ, നമസ്കാരത്തിൽ മറന്നുപോയാൽ ഇതെല്ലാം നമുക്കറിയാം. സക്കാത്തിനെ പറ്റി നമ്മൾ ഇരുന്ന് ആലോചിക്കുക, എനിക്ക് എന്തറിയാം. ഇവിടെയാണ് അതിന്റെ ഗൗരവം പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത്. സൂറത്തുൽ മുഅ്മിനൂനിൽ സത്യവിശ്വാസികളുടെ ഗുണങ്ങൾ ഇങ്ങനെ എണ്ണി പറയുന്നിടത്ത് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ
വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ. വേറെയും കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിന്റെ ഇടയിൽ പറയുന്നതാണ് അവരുടെ സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടുന്നവരാണ്. ഇപ്പോഴും നമ്മിൽ പലരും ആലോചിക്കുന്നത്, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളല്ലല്ലോ, ഞാനൊന്നും സക്കാത്ത് കൊടുക്കേണ്ടതില്ല, എനിക്ക് കടമുണ്ടല്ലോ എന്ന ചിന്തയിലായിരിക്കും ഉണ്ടാവുക. ഇന്ന് ഇൻഷാ അല്ലാഹ് സക്കാത്തുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ നമുക്ക് വളരെ വിശദമായി കൊണ്ട് തന്നെ പഠിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം വിഷയങ്ങൾ, ദീനീപരമായ വിഷയങ്ങൾ പഠിക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള താല്പര്യവും തൗഫീഖും നൽകി നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, സമ്പത്തിനെ ശുദ്ധീകരിക്കുക സക്കാത്ത് കൊണ്ടാണ് എന്ന് നമ്മൾ പറഞ്ഞല്ലോ. സക്കാത്ത് എന്ന പദത്തിന് രണ്ടർത്ഥമുണ്ട്. സക്കാത്ത് എന്ന പദത്തിന് രണ്ടർത്ഥം നൽകാം. അതിലൊന്ന് ശുദ്ധി എന്നാണ്, രണ്ടാമത്തത് വളർച്ച എന്നാണ്. രണ്ട് അർത്ഥം നമുക്ക് സക്കാത്തിന് നൽകാൻ പറ്റും. ഇതിലൊന്നാമത്തത് ശുദ്ധീകരിക്കുക എന്ന അർത്ഥം വെച്ചാൽ വിശുദ്ധ ഖുർആൻ സൂറത്ത് തൗബ 103-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നു, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഖിറുഹും വതുസക്കീഹിം ബിഹാ. എന്താണ് അവിടെ പറഞ്ഞതെന്നറിയോ? അവരെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട്, അവരെ സംസ്കരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്വത്തുക്കളിൽ നിന്ന് നീ വാങ്ങണം പ്രവാചകരെ, സക്കാത്ത് നീ അവരിൽ നിന്ന് കൈപ്പറ്റണം കേട്ടോ എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നിടത്ത് പ്രയോഗിച്ചത് തുതഹിറുഹും വതുസക്കീഹിം എന്നാണ്. അവരെ ശുദ്ധീകരിക്കാനും അവരെ സംസ്കരിക്കാനും എന്ന് വിശുദ്ധ ഖുർആൻ സംസാരിക്കുന്നത് കാണാൻ കഴിയും. സക്കാത്ത് എന്ന് പറഞ്ഞാൽ അത് പണക്കാരന്റെ ഔദാര്യം അല്ല, അത് പണക്കാരന്റെ ഔദാര്യമല്ല. എനിക്ക് റബ്ബ് പണം തന്നു, അതിൽ നിന്ന് ഞാൻ സക്കാത്ത് പണം നൽകാത്ത ചില ആളുകൾക്ക് ഞാൻ കൊടുക്കുന്നു എന്ന ഒരു ചിന്തയല്ല യഥാർത്ഥത്തിൽ സക്കാത്തിനെ കുറിച്ച് വേണ്ടത്. സൂറത്തു ദാരിയാത്തിലൂടെ അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നത്, വഫീ അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം. അവരുടെ സ്വത്തുക്കളിലാവട്ടെ ചോദിച്ചു വരുന്നവനും അതേപോലെ തന്നെ ഉപജീവനം തടയപ്പെട്ടവനും ഒരു അവകാശമുണ്ടായിരിക്കും. നമ്മുടെ സമ്പത്തിലെ, നമ്മുടെ സ്വത്തിലെ, നമ്മൾ നമ്മുടേതാണെന്ന് മാത്രം കരുതുന്ന ബാങ്ക് ബാലൻസിലെ, നമ്മുടെ അസറ്റുകളിൽ, ആസ്തികളിൽ നമുക്ക് മാത്രമല്ല അവകാശമെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തു ദാരിയാത്തിലെ 19-ാമത്തെ ആയത്തിലൂടെ പ്രിയപ്പെട്ടവരെ നമ്മെ ഓർമ്മപ്പെടുത്താൻ. എന്താണ് സക്കാത്ത്, എത്ര കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, ഇൻഷാ അല്ലാഹ് ചർച്ചയിൽ കടന്നു വരും. ഈ സക്കാത്ത് കൊടുക്കുന്നതോടുകൂടി സമ്പത്ത് മാത്രമല്ല ശുദ്ധീകരിക്കുക, നമ്മുടെ ഹൃദയവും അതിൻ്റെ കൂടെ ശുദ്ധീകരിക്കുന്നു എന്നാണ്. അപ്പൊ സക്കാത്ത് എന്ന പദത്തിന്റെ ശുദ്ധി എന്ന അർത്ഥമാണ്, ശുദ്ധീകരിക്കുക എന്ന അർത്ഥമാണ് നാം ചർച്ച ചെയ്തത്. രണ്ടാമത്തെ ഒരു അർത്ഥം എന്ന് നമ്മൾ പറഞ്ഞു, വളർച്ച എന്നുള്ളതാണ്. സക്കാത്ത് കൊടുക്കുക, കൃത്യമായി ഒരു നാട്ടിൽ, ഒരു പ്രദേശത്ത് കൃത്യമായി സക്കാത്ത് കൊടുക്കുന്ന സമ്പ്രദായവും അതിൻ്റെ വിതരണവും കൃത്യമായി കൊണ്ട് നടക്കുന്നുണ്ട് എങ്കിൽ ആ ഒരു സമൂഹത്തിന് എല്ലാ നിലക്കുമുള്ള വളർച്ചയുണ്ടാകുമെന്നാണ്. നമുക്ക് ഉദാഹരണങ്ങളിലേക്ക് പോകാം. ഇവിടെ പലപ്പോഴും സംഭവിക്കുക, ദീനിന്റെ മാർഗത്തിൽ അള്ളാഹുവിന് വേണ്ടി വല്ലതും, അത് സ്വതക്കയാവാം സക്കാത്താവാം, തെറ്റിദ്ധരിക്കാൻ പാടില്ല. നാം ഇന്ന് സംസാരിക്കുന്നത് സക്കാത്തിനെ കുറിച്ച് മാത്രമാണ്. പലപ്പോഴും സക്കാത്തിനെ കുറിച്ച് ചിലരെങ്കിലും ധരിച്ചു വെച്ചിട്ടുള്ളത്, നോമ്പ് വരുമ്പോൾ തൻ്റെ ബാങ്കിൽ പോയിട്ട് വലിയൊരു കറൻസി, അത് ചെറിയ ചെറിയ തുട്ടുകളാക്കി 20ഉം 50ഉം 10ന്റെയും നോട്ട് വാങ്ങിയിട്ട് വീട്ടിൽ വരുന്നവർക്ക് കൊടുത്തു വീട്ടുന്ന 10 നോട്ടിന്റെയും 20 രൂപ നോട്ടിന്റെയും പേരല്ല സക്കാത്ത്. പള്ളിയിൽ ആരോ പുറത്ത് യാചിച്ചു നിൽക്കുന്നത് കാണുമ്പോൾ കൊടുക്കുന്നതിന്റെ പേരല്ല സക്കാത്ത്. അത് സ്വതക്കയുടെ ഭാഗത്ത് നമുക്കെണ്ണാം. സക്കാത്ത് എന്നത് നിർബന്ധമായിട്ടും നമ്മുടെ സമ്പത്തിന്റെ ഒരു 2.5% കൊടുത്തു വീട്ടലാണ്. അത് നിർബന്ധമായിട്ട് കൊടുക്കേണ്ടതാണ്. സ്വതക്കയും കൊടുക്കണം, സ്വതക്കയും സക്കാത്തും കൂട്ടിച്ചേർക്കരുത് എന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ ദീനിന്റെ വിഷയത്തിൽ നമ്മൾ എന്തെങ്കിലും കൊടുക്കാൻ തീരുമാനിച്ചാൽ ഒരുപാട് തടസ്സങ്ങൾ ആ വിഷയത്തിൽ ഉണ്ടാകും. പള്ളിക്ക് വേണ്ടി ഞാൻ ഇത്ര കൊടുക്കാമെന്ന് ഒരാൾ തീരുമാനിച്ചു, ദീനി സംരംഭത്തിന് വേണ്ടി, ഒരു കോളേജിന് വേണ്ടി ഞാൻ ഇത്ര കൊടുക്കാമെന്ന് മനസ്സുകൊണ്ട് തീരുമാനിച്ചാൽ ആ തീരുമാനത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാചി ഇടപെടുമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അശ്ശൈത്വാനു യഇദുകുമുൽ ഫഖർ, ദാരിദ്ര്യം ഓർമ്മിപ്പിക്കും, പിശാചാണ് ഓർമ്മിപ്പിക്കുക. ദീനിന്റെ മാർഗത്തിൽ അല്പം സമ്പത്ത് ചെലവഴിക്കാൻ നിൽക്കുമ്പോൾ പിശാച് നമ്മുടെ ബാധ്യതകളെ കുറിച്ച് ഓർമ്മിപ്പിക്കും. നിന്റെ വീട്ടിലെ മതിലിന്റെ പണി കഴിഞ്ഞിട്ടില്ല, നിന്റെ വീട്ടിൽ ഇന്ന പണി ബാക്കിയുണ്ട്, ഇപ്പോൾ ഇത്ര കൊടുക്കണ്ട. ഇത് ദുനിയാവിന്റെ വിഷയത്തിൽ കൊടുക്കുമ്പോൾ ചിലപ്പോ പിശാചിന്റെ ഇത്തരത്തിലുള്ള പ്രേരണകൾ ഉണ്ടാകില്ല എന്നതാണ് ഇവിടെ നാം മനസ്സിലാക്കേണ്ട ഒന്ന്. നമുക്ക് കാണാൻ കഴിയും, മാ നഖസത്ത് സ്വദഖത്തും മിൻ മാലിൻ, സ്വതക്ക കൊടുത്തതിന്റെ പേരിൽ
സമ്പത്തിൽ നിന്ന് ഒന്നും കുറയില്ല. ഇസ്ലാമിക പ്രമാണം ഓർമ്മപ്പെടുത്താൻ, നാട്ടിൽ കച്ചവടം നടത്തി പാപ്പരായവരുണ്ട്, ലോട്ടറി എടുക്കാൻ പാടില്ല പക്ഷെ എടുത്ത് പാപ്പരായവരുണ്ട്, ബിസിനസ് നടത്തി തകർന്നു പോയവരുണ്ട്. നമ്മൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ സ്വതക്കെ കൊടുത്തിട്ട് പാപ്പരായതാണെന്ന്? ദീനിന് വേണ്ടി കൊടുത്തു പാപ്പരായതാണെന്ന്, പള്ളിക്ക് വേണ്ടി കൊടുത്ത് എല്ലാ സമ്പത്തും പള്ളിക്ക് വേണ്ടി കൊടുത്ത് ഒന്നുമില്ലാതായി എന്ന് നമ്മളൊരാളെ കുറിച്ച് കേൾക്കൂല. കാരണം ഇസ്ലാമിക പ്രമാണം പറയുന്നത് സ്വതക്ക ഒരിക്കലും നമ്മുടെ സമ്പത്തിൽ നിന്നൊട്ടും കുറക്കുകയില്ല എന്നാണ്. ദീനിന് വേണ്ടി കൊടുക്കുമ്പോൾ ഈ ഹദീദ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെന്നാണ്. വളർച്ച എന്ന അർത്ഥത്തെ പറ്റിയാണല്ലോ നാം ചർച്ച ചെയ്യുന്നത്. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ യമനിലെ ഗവർണറായിരുന്നു മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുമ്പോഴും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു തന്നെയാണ് യമനിലെ ഗവർണർ. അങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടമെത്തി. ആ സമയത്ത് ആ യമനിൽ നിന്ന് ആളുകളുടെ പക്കൽ നിന്ന് സക്കാത്ത് സ്വീകരിച്ചിട്ട് അതിന്റെ 1/3 ഖലീഫക്ക് ഇങ്ങോട്ട് അയച്ചു കൊടുത്തു. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു എഴുതി, അവിടെ നിന്ന് ആളുകളുടെ സമ്പത്ത് പിടിച്ചെടുത്തിട്ട് അല്ലെങ്കിൽ സക്കാത്ത് സ്വീകരിച്ചിട്ട് അത് ഇങ്ങോട്ട് അയക്കുകയല്ല വേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് അവിടുന്ന് അവരുടെ കയ്യിൽ നിന്ന് വാങ്ങി അവർക്കിടയിലേക്ക് തന്നെ കൊടുക്കാനാണ്. മുആദ് റളിയല്ലാഹു അൻഹു തിരിച്ചെഴുതി, ഈ 1/3 വാങ്ങാൻ ഇവിടെ ആരുമില്ല. ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം, തൊട്ടടുത്ത വർഷം സക്കാത്ത് പിരിച്ചതിന്റെ പകുതിയും ഖലീഫക്ക് അയച്ചു കൊടുത്തു. സമാനമായ സംസാരം നടന്നു. 3-ാമത്തെ വർഷം അതാ അവിടെ നിന്ന് സക്കാത്ത് പിരിച്ചതിന്റെ മുഴുവൻ തുകയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന് കൊടുക്കുമ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്പം അരിശത്തോടു കൂടി മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന് എഴുതുന്നുണ്ട്. തിരിച്ചു കൊടുത്ത മറുപടി ഇങ്ങനെയാണ്, മാ വജത്തു അഹദൻ യഖുദു മിന്നി ഷൈഅ, എന്നിൽ നിന്ന് സക്കാത്തിന്റെ അവകാശികളായി വല്ല നാണയവും സ്വീകരിക്കാവുന്ന ഒരാളും ഇന്ന് യമനിലില്ല എന്ന് മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു വന്നത് ചരിത്രം നമുക്ക് കിതാബുൽ അംവാൽ എന്ന ഗ്രന്ഥത്തിൽ ഇമാം അബൂ ഉബൈദ് അൽ ഖാസിം ഇബ്നു സലാം രേഖപ്പെടുത്തി നമുക്ക് കാണാൻ കഴിയുന്നുവെന്നാണ്. യമനിന്റെ ചരിത്രം നമ്മൾ ഓർക്കണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് യമനിൽ നിന്ന് ചില ആളുകൾ വരുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ബാക്കി ഭാഗത്ത് കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളെ വിളിച്ചിട്ട് വല്ലതും കൊണ്ടുവരൂ എന്ന് പറയും. എന്ന് പറഞ്ഞാൽ പട്ടിണി പാവങ്ങളുടെ യമനായിരുന്നു അന്ന്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ ഇസ്ലാമിക വ്യവസ്ഥ സമ്പൂർണ്ണമായി യമനിനെ ഇങ്ങനെ കീഴടക്കുമ്പോൾ സക്കാത്ത് വാങ്ങാൻ ആളില്ലാത്ത അവസ്ഥ അന്ന് യമനിൽ ഉണ്ടായി എന്നാണ്. ഇത് വീണ്ടും നമുക്ക് കാണാൻ കഴിയും. ഉമർ ബിൻ അബ്ദുൽ അസീസ് റഹിമഹുള്ളയുടെ കാലഘട്ടത്തിൽ ഇറാഖിലും സക്കാത്തിന്റെ അവകാശികളുണ്ടോ എന്ന് ചോദിച്ചു നടക്കേണ്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്ന് സീറത്ത് ഉമർ ബിൻ അബ്ദുൽ അസീസ് ആ ഒരു ഗ്രന്ഥത്തിൽ അബ്ദുല്ലാഹ് ബിൻ അബ്ദുൽ ഹക്കം രേഖപ്പെടുത്തുന്ന നമുക്ക് കാണാൻ കഴിയും. സക്കാത്ത് കൃത്യമായി കൊടുത്തു വീട്ടിയാൽ അവിടെ ആ സാമ്പത്തിക അന്തരം ഇല്ലാതെയാകും എന്നതാണ്. അപ്പോ സക്കാത്ത് എന്നതിൻ്റെ വളർച്ച എന്ന അർത്ഥത്തെയും നാം സൂചിപ്പിക്കുകയുണ്ടായി. ഇനി എന്തിനൊക്കെയാണ് നാം സക്കാത്ത് കൊടുക്കേണ്ടത്? എന്തിനൊക്കെയാണ് നാം സക്കാത്ത് കൊടുക്കേണ്ടത്? വളരെ വിശദമായി ചർച്ച ചെയ്യേണ്ടുന്നതാണ്. അതിൽ നമ്മളുമായി ബന്ധപ്പെടുന്ന മേഖലകളിലൂടെയാണ് ഇൻഷാ അല്ലാഹ് നാം കടന്നു പോവുക. സക്കാത്ത് കൊടുക്കേണ്ടത് വർധനവുണ്ടാകുന്ന സമ്പത്തിനാണ് സക്കാത്ത് കൊടുക്കേണ്ടത്. ഉദാഹരണമായി നമ്മുടെ വീടിന് സക്കാത്ത് കൊടുക്കണ്ട. നമുക്കൊരു വാഹനമുണ്ട്, ആ വാഹനത്തിന് എല്ലാ വർഷവും സക്കാത്ത് കൊടുക്കണ്ട. സ്വാഭാവികമായിട്ടും ആ വീട് ഉണ്ടാക്കാൻ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന പണത്തിന് നമ്മൾ സക്കാത്ത് കൊടുത്തിട്ടുണ്ടാകും. ആ വാഹനം വാങ്ങാൻ നമ്മൾ കരുതി വെച്ചിരുന്ന ആ പണത്തിന് സക്കാത്ത് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ വർധനവുണ്ടാകുന്നതിനാണ്. നമ്മൾ കുറച്ച് ഭൂമി വാങ്ങി വെച്ചിട്ടുണ്ട്, അതിൽ പ്രത്യേകമായിട്ടൊന്നും നടക്കുന്നില്ല, അത് വിൽക്കാനും തീരുമാനിച്ചിട്ടില്ല. അപ്പോൾ വിൽപ്പനക്ക് തീരുമാനിക്കാത്ത ഭൂമിക്കും എന്തില്ല? സക്കാത്തില്ല. കാരണം അതിൽ വർധനവില്ല. എപ്പോൾ ഭൂമി വിൽക്കണമെന്ന് നാം ആഗ്രഹിക്കുന്നുവോ തീരുമാനമെടുക്കുന്നുവോ അപ്പോൾ മുതൽ ആ ഭൂമിക്കും സക്കാത്ത് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ട് സക്കാത്തുണ്ട്, സ്വർണവുമായി ബന്ധപ്പെട്ട് സക്കാത്തുണ്ട്, കച്ചവടത്തിന് സക്കാത്തുണ്ട്, കന്നുകാലികൾക്ക് സക്കാത്തുണ്ട്, നിധി കിട്ടിയാലും ഒക്കെ സക്കാത്തുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് സക്കാത്ത് എന്തിനൊക്കെ കൊടുക്കണം എന്നുള്ള വിഷയത്തിൽ. ഇതിൽ എത്ര കൊടുക്കണം ഇൻഷാ അല്ലാഹ് നമ്മുടെ ചർച്ചയിൽ വരും. പലരും നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അതിന്റെ കണക്കൊക്കെ ഞാൻ എന്തിനറിഞ്ഞിരിക്കണം, ഞാൻ സക്കാത്ത് കൊടുക്കേണ്ട ആളല്ലല്ലോ, വാങ്ങേണ്ട ആളാണല്ലോ എന്ന ചിന്തയാണ് ചിലരുടെയെങ്കിലും മനസ്സിലുണ്ടാവുക. ആ ചിന്ത ഇൻഷാ അല്ലാഹ് നമുക്ക് മാറ്റിയെടുക്കേണ്ടതുണ്ട്. ഇനി ആരാ കൊടുക്കേണ്ടതെന്ന്, ആരാ സക്കാത്ത് കൊടുക്കേണ്ടത്? അവിടെ ഇസ്ലാമികപരമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ ഒന്ന് നിസാബ് തികയണം. എന്താ നിസാബ്? നമുക്ക് ചർച്ച ചെയ്യാം. നിസാബ് തികയണം. ഒരാളുടെ കയ്യിൽ സമ്പത്തിന്റെ നിസാബ് തികയണം.
അത് ഒരു ഹൗല് തികയണം. ഹൗല് എന്ന് പറഞ്ഞാൽ ഒരു വർഷം. അറബ് വർഷത്തിലെ ഒരു വർഷത്തെയാണ് നമുക്ക് ഹൗല് എന്ന് പറയാവുന്നത്. ഈ നിസാബ് ഒരു ഹൗല് തികഞ്ഞാൽ അവൻ കൊടുക്കണം. ഇനി എന്താണ് ഹൗല്, എന്താണ് നിസാബ് എന്നതിലേക്ക് പോകാം. ഇവിടെ 595 ഗ്രാം വെള്ളിയുടെ, നാം ഇപ്പോൾ സംസാരിക്കുന്നത് കച്ചവടത്തിന്റെയും അതേപോലെ നമ്മുടെ പക്കലുള്ള സമ്പത്തിന്റെയും സക്കാത്ത് എത്ര എങ്ങനെ എന്നുള്ളതാണ്. 595 ഗ്രാം വെള്ളിയുടെ വില അതെത്രയാണ് നമ്മൾ ചർച്ച ചെയ്യും. അത് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അവൻ നിസാബ് തികഞ്ഞവനായി. ഫിഖിഹിൽ 590 ഗ്രാം എന്നുണ്ട്. ഏറ്റവും പ്രബലമായ അഭിപ്രായം 595 ഗ്രാം എന്നാണ്. 595 ഗ്രാം വെള്ളിയുടെ വില സമ്പാദ്യമായി അത്യാവശ്യ ചെലവുകൾ കഴിഞ്ഞതിനു ശേഷവും നമ്മുടെ പക്കലുണ്ട് എങ്കിൽ നാം നിസാബ് തികഞ്ഞവനായി എന്നാണ്. നിസാബ് എന്ന് പറഞ്ഞാൽ ഒരു ധനത്തിന്റെ സക്കാത്ത് നിർബന്ധമായി തീരുന്ന അതിൻ്റെ പരിധിയാണ് നിസാബ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ പശുക്കൾക്ക് സക്കാത്ത് കൊടുക്കണം. അതിന്റെ വിശദമായിട്ട് കിടക്കല നിസാബ് മനസ്സിലാകാൻ വേണ്ടി പറയണം. ഒരാൾ 30 പശു ഉണ്ടെങ്കിൽ സക്കാത്ത് കൊടുത്താൽ മതി. 29 പശു ഉണ്ടെങ്കിൽ കൊടുക്കണ്ട. അത് ആടുകളുടെ വിഷയം വരുമ്പോൾ 40 ആടുകൾ ഉണ്ടെങ്കിൽ സക്കാത്ത് നിർബന്ധമാകുന്നുള്ളൂ. 30 ആടാണ് ഒരാൾക്കുള്ളത്, സക്കാത്ത് കൊടുക്കണ്ട. അപ്പൊ 40 അവിടെ നിസാബ്. ഒട്ടകം വരുമ്പോൾ അത് 5 ആകും. ഇതേപോലെ നമ്മുടെ കയ്യിലുള്ള പണത്തിന്റെ, കച്ചവടത്തിന്റെ, ബിസിനസിന്റെ, നമ്മുടെ വരുമാനത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ 595 ഗ്രാം വെള്ളിയുടെ വില എന്നതാണ് നാം അതിൽ കണക്കാക്കേണ്ടത്. ഇന്നത്തെ ഒരു വില അനുസരിച്ച് ഒരു ഗ്രാം വെള്ളിക്ക് 285 രൂപയാണ്. അതിൽ വ്യത്യാസമുണ്ടോ അതുമായി ബന്ധപ്പെട്ട കച്ചവട സ്ഥാപനത്തിൽ ആളുകൾക്ക് അറിയാം. അല്ലെങ്കിൽ നമ്മളത് മനസ്സിലാക്കേണ്ടത് 595 ഗ്രാം വെള്ളിയുടെ വില എന്നാണ്. എൻ്റെ അന്വേഷണത്തിൽ ഒരു ഗ്രാം വെള്ളിയുടെ ഇന്നത്തെ വില 285 രൂപയാണ്. ഇതിന് 595 ഗ്രാമിലേക്ക് ഇത് മാറ്റുമ്പോൾ 1,69,575 രൂപ. അപ്പോ ഏതാണ്ട് ഒരു 1.5 ലക്ഷത്തിന് മുകളിൽ, 1,69, 1,70 എന്ന് ഞാൻ കണക്ക് പറയാൻ മനസ്സിലാകാൻ, 1,70, 1,70,000 നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ, അത്യാവശ്യ ചെലവുകൾ മാറ്റിവെച്ചിട്ട് നമ്മുടെ കയ്യിലുണ്ട് എങ്കിൽ അതിൻ്റെ 2.5% നമ്മുടേതല്ല. അത് നമ്മുടേതല്ല. ഇത് നമ്മൾ വളരെ കൃത്യമായിട്ട് ആ വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. ഉദാഹരണമായി ഒരാളുടെ പക്കൽ ഇനി എത്ര കൊടുക്കണം എന്ന് പറയുന്നത്, ഒരാളുടെ പക്കൽ 2 ലക്ഷം രൂപ ഉണ്ട്. അത്യാവശ്യ ചെലവുകളൊക്കെ കഴിഞ്ഞിട്ട് ഒരാളുടെ കയ്യിൽ 2 ലക്ഷം രൂപയുണ്ടെങ്കിൽ ഒരു വർഷം ഈ 2 ലക്ഷം രൂപ എങ്ങനെ വേണം, ഒരു വർഷം അയാളുടെ കയ്യിൽ നിൽക്കണം. പറയാം, ഒന്നുകൂടി എളുപ്പത്തിൽ നമ്മൾ പറയും. അയാൾ കൊടുക്കേണ്ടത് അതിൻ്റെ 2.5% എന്ന് പറഞ്ഞാൽ 5,000 രൂപ മാത്രമാണ്. 2 ലക്ഷം ഉണ്ടെങ്കിൽ അയാൾ 5,000 കൊടുത്താൽ മതി. സക്കാത്തിന്റെ ബാധ്യത കൂടും. ഇനി ഇത് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ നാം സ്വീകരിക്കേണ്ടത്, കൃത്യമായി ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും. നിസാബ് തികയാന്ന് നമ്മൾ പറഞ്ഞു. 595 ഗ്രാം വെള്ളിയുടെ വില നമ്മുടെ പക്കൽ അത്യാവശ്യ ചെലവ് കഴിച്ചിട്ട്, അത്യാവശ്യ ചെലവ് എന്ന് പറഞ്ഞാൽ മരുന്ന്, പാർപ്പിടം, വീട്ടിലേക്ക് അത്യാവശ്യമായ സാധനങ്ങൾ, ഇതൊക്കെയാണ് അത്യാവശ്യം. അല്ലാതെ 2 വാഹനം കാർപോർച്ചിലുണ്ട്, 3ാമതൊരു വാഹനം കൂടി വെറുതെ ഒന്ന് കറങ്ങി നടക്കാൻ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങാം, ഇത് അത്യാവശ്യമല്ല. അത്യാവശ്യത്തിനുള്ള ഒന്ന്, മലേഷ്യയിലേക്ക് ഒരു ട്രിപ്പ് പോയി, അത് അത്യാവശ്യമല്ല. ഇത്തരം ചെലവുകൾ ഇതിൽ കൂട്ടരുത്. അത്യാവശ്യ ചെലവുകൾ മാറ്റി വെച്ചിട്ട് ഈ 1,70,000 അടുത്ത് നമ്മുടെ കയ്യിലുണ്ടോ, ആരുടെ കയ്യിൽ വരുന്നോ അവൻ എന്ത് ചെയ്യാന്നറിയോ, മനസ്സിലാകാൻ വേണ്ടിയിട്ട് പറയണേ, ഒരു ബക്കറ്റ് എടുക്കുക. അവൻ നിസാബുള്ള ആള്, അവന്റെ കയ്യിൽ ഒരു ബക്കറ്റ്, സാങ്കല്പികമാണ്, അവനൊരു ബക്കറ്റ് എടുക്കുന്നു. അതിലേക്ക് അവൻ എന്തൊക്കെ വെക്കണം എന്നറിയോ? ഇനി അവന് കിട്ടുന്നത്, നിസാബ് എത്തിയ ആള് മാത്രമാണ് ഈ ബക്കറ്റ് എടുക്കുക. ഈ ബക്കറ്റ് അവൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവന് കിട്ടുന്ന വരുമാനം അവൻ അതിലേക്ക് ഇടണം. തൻ്റെ കച്ചവട വസ്തുക്കളുടെ ഇപ്പോഴത്തെ വില അതിലേക്ക് വെക്കാം. വാടക കിട്ടാനുണ്ട്, അത് അതിലേക്ക് വെക്കാം. അവന്റെ കയ്യിലെ ബാങ്ക് ബാലൻസ് എത്രയുണ്ടോ അത് അതിലേക്ക് വെക്കാം. ശമ്പളങ്ങൾ അതിലേക്ക് വെക്കാം. ഇതല്ലാതെ മറ്റേതെങ്കിലും രൂപത്തിൽ വല്ല ലാഭവും അവന് അതിലേക്ക് വെക്കുന്നുണ്ടോ, അതേപോലെ തന്നെ തിരിച്ചു കിട്ടുമെന്ന് ഉറപ്പുള്ള കടം, പണം, അത് എത്രയെന്നതും അതിലേക്ക് വെക്കാം. ഈ ബക്കറ്റ് അവന്റെ കയ്യിലുണ്ട്. ഇനി അവന്റെ ചെലവുകളൊക്കെ ഇതിൽ നിന്ന് എടുക്കാം. ആശുപത്രി കേസ് വന്നു, അതിൽ നിന്നെടുക്കാം. മക്കളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടത് അതിൽ നിന്നെടുക്കാം. നമ്മുടെ ദൈനംദിന ആവശ്യത്തിനുള്ള അതിൽ നിന്നെടുക്കാം. ഇതിലെപ്പോഴെങ്കിലും
നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിസാബിന്റെ പരിധി കഴിഞ്ഞു, വലിയൊരു ഹോസ്പിറ്റൽ കേസ് വന്നു, എല്ലാ പൈസ എടുക്കേണ്ടി വന്നു, കടം വാങ്ങേണ്ട അവസ്ഥ വന്നു, ബക്കറ്റ് മാറ്റി വെക്കാം. എന്നാൽ ഇതൊന്നുമില്ലാതെ ഈ ബക്കറ്റുമായിട്ട്, ഇതിലുള്ള നിസാബിന്റെ സംഖ്യയുമായിട്ട്, അതിൽ കൂടുതലുള്ള സംഖ്യയുമായിട്ട് ഒരു ഹിജ്റ വർഷം അവന്റെ കയ്യിലുണ്ടെങ്കിൽ, നമ്മൾ കണക്കൂട്ടേണ്ടത് ജനുവരി 1-ാം തീയതി എൻ്റെ സക്കാത്തിന്റെ സമയം എന്നല്ല, അറബ് വർഷത്തിലാണ് നമ്മളത് ഹിജ്റ കലണ്ടറിൽ തന്നെയാണ് നമ്മളത് കണക്ക് കൂട്ടേണ്ടത്. റമദാൻ 1 എന്നാണ് കണക്ക് എങ്കിൽ ഈ കഴിഞ്ഞ റമദാൻ 1 മുതൽ ഈ റമദാൻ 1 വരെ നമ്മുടെ കയ്യിൽ ബക്കറ്റുണ്ട്. അവസാനം ഈ റമദാൻ 1 വരുമ്പോ ഈ ബക്കറ്റ് ചെരിയ, ആ ബക്കറ്റിൽ എത്രയുണ്ടോ, സ്വാഭാവികമായിട്ടും നമ്മുടെ ചെലവൊക്കെ ഇന്ന് പോയിട്ടുണ്ടാവും, കിട്ടുന്നതൊക്കെ ഇതിലുണ്ടാവും. അപ്പോ ആ ബക്കറ്റിൽ എത്രയുണ്ടോ അതിന്റെ 2.5% സക്കാത്തായിട്ട് കൊടുത്തോളണം. ഈ കണക്ക് അല്ലെങ്കിൽ 2.5% എങ്ങനെ കണക്ക് കൂട്ടുക? ഒരു പ്രശ്നമില്ല. എത്ര ഉണ്ടോ അതിനെ 40 കൊണ്ട് ഹരിച്ചാൽ മതിയെന്ന്. 40 കൊണ്ട് ഹരിച്ചാൽ, ഒരു സംഖ്യയെ 40 കൊണ്ട് ഹരിച്ചാൽ കൃത്യമായിട്ട് അതിൻ്റെ 2.5% കിട്ടും എന്നതാണ് അതിൽ മനസ്സിലാക്കേണ്ടത്. അപ്പോ ചെലവുകൾ കുറക്കണം എന്ന് നമ്മൾ പറഞ്ഞു. അത്യാവശ്യ ചെലവുകളാണ് കുറക്കേണ്ടത്. ധൂർത്തും ആഡംബരമൊന്നും ഇതിൽ പെടുത്താൻ പാടില്ല. അറബ് മാസമാണ് അതിൽ കണക്ക് വെക്കേണ്ടത്. ഹൗല് തികയാനുള്ള കണക്ക് അറബ് മാസമാണ് നമ്മൾ വെക്കേണ്ടത് എന്ന് പറഞ്ഞു. ആ സംഖ്യയുടെ 2.5% കിട്ടാൻ എളുപ്പമാർഗം 40 കൊണ്ട് ഹരിക്കലാണ് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. അപ്പോ നിസാബ് തികഞ്ഞ ഒരാളിൽ ആ സംഖ്യ നിസാബിൽ നിന്ന് കുറയാതെ ഒരു വർഷം അവന്റെ പക്കൽ നിന്നാൽ, അവൻ ആ വർഷം തീരുമ്പോൾ അവന്റെ നിസാബിന്റെ സക്കാത്തിന്റെ കൊടുക്കേണ്ട സമയം അറബി മാസത്തിൽ എത്തുമ്പോൾ അതിൻ്റെ 2.5% അവൻ കൊടുക്കണമെന്നാണ്. ഇതാണ് കച്ചവടവും നമ്മുടെ കയ്യിലുള്ള ബാങ്ക് ബാലൻസ് സാധാരണയായി നമ്മൾ കണക്ക് കൂട്ടേണ്ടുന്ന വിഷയത്തിന്റെ നാണയത്തിന്റെ സക്കാത്തി എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തത് സൂചിപ്പിക്കുന്നത് സ്വർണവുമായി ബന്ധപ്പെട്ടാണ്. മറ്റു വിഷയങ്ങളിലേക്ക് ഇൻഷാ അല്ലാഹ് പോകുന്നില്ല. സ്വർണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, സ്വർണത്തിന്റെ നിസാബ് എന്ന് പറഞ്ഞാൽ 85 ഗ്രാം എന്ന്. 85 ഗ്രാം എന്ന് പറഞ്ഞാൽ 10.5 പവനും 1 ഗ്രാമും, നമുക്ക് 10.5 പവൻ എന്ന് പറയാം. 10.5 പവൻ ഒരാളുടെ കയ്യിലുണ്ട് എങ്കിൽ അത് ഏത് രൂപത്തിലാണെങ്കിലും അതിൻ്റെ 2.5% അവൻ കൊടുക്കണമെന്നാണ്. അതിൻ്റെ 2.5% നമ്മുടേതല്ല എന്നാണ്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ഒരാളുടെ പക്കൽ 30 പവനുണ്ട്. 30 പവൻ, സ്ത്രീകളിൽ സംസാരം കേൾക്കുന്നവരിലുണ്ട്. നമ്മുടെ ഭാര്യമാരെ കുറിച്ച്, ഉമ്മമാരെ കുറിച്ച്, മക്കളെ കുറിച്ചൊക്കെ ആലോചിക്കാം. 30 പവനാണ് ഉള്ളത്. 30 പവൻ എന്ന് പറഞ്ഞാൽ അതിനെ നമുക്ക് ഗ്രാമിലേക്ക് കിട്ടാൻ 30 × 8 വെച്ച് നോക്കാം. അങ്ങനെയാണല്ലോ, ഒരു പവൻ എന്ന് പറഞ്ഞാൽ 8 ഗ്രാം ആണല്ലോ വരിക. അപ്പൊ 30 × 8 എന്ന് പറഞ്ഞാൽ 240 ഗ്രാം കിട്ടും. ആ 240 ഗ്രാമിന്റെ 2.5% കണക്ക് കൂട്ടുക. എങ്ങനെ ഹരിക്കണം 40 എന്ന് കണക്ക് കൂട്ടിയാൽ നമുക്ക് കിട്ടുക 6 എന്നാണ്. 6 ഗ്രാം എന്ന് പറഞ്ഞാൽ ഒരു 1/4 പവൻ. അത് നമ്മുടേതല്ല, അത് കൊടുത്തോളണം. എങ്ങനെ കൊടുക്കുക? ആ സ്വർണത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുക. സ്വർണത്തിൽ നിന്നൊരു 1/4 പവൻ എടുത്തിട്ടാണ് കൊടുക്കുക. അല്ലെങ്കിലോ അതിന്റെ വില കണക്കാക്കിയിട്ട് കറൻസിയിലും കൊടുക്കുക. കറൻസിയിൽ കൊടുക്കാൻ നിന്നാൽ എല്ലാ കൊല്ലവും അങ്ങനെ കൊടുക്കേണ്ടി വരും. അതല്ല, സ്വർണത്തിൽ നിന്ന് കൊടുക്കുകയാണെങ്കിൽ 1/4 പവൻ കുറഞ്ഞു, അടുത്ത തവണ കുറച്ചുകൂടി കുറഞ്ഞു, അവസാനം അത് 10.5 താഴെ എത്തുമ്പോൾ പിന്നെ കൊടുക്കേണ്ടി വരൂല. ഇതാണ് സ്വർണവുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ടത്. ഇതില് മഹറു പെടൂല എന്നൊക്കെയാണ് സംശയം. മഹറു പെടും എന്നാണ് ചിലരെങ്കിലും തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. ധരിക്കുന്ന ആഭരണത്തിന്, ഇടുന്ന ആഭരണത്തിന് സക്കാത്തില്ല എന്നൊക്കെ പറയുകയും റബ്ബിനെ പറ്റിക്കുന്നവരുണ്ട്. 100 പവൻ ഉണ്ടാവും, എന്നിട്ട് വർഷത്തിൽ ഒരിക്കൽ അലമാരിൽ നിന്ന് 100 പവൻ ഇട്ട് ഒരു ദിവസം 2 റൂമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ട് ഇത് ഞാൻ ധരിക്കണതാണ് എന്ന് പറഞ്ഞിട്ട് ആ 100 പവനും സക്കാത്ത് കൊടുക്കാതെ നടക്കുന്നവരുണ്ട് എന്നാണ്. അതിന് ചുക്കാൻ പിടിക്കുന്ന, അതിന് പ്രചോദനം നൽകുന്ന ചില സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. അതിൽ സൂക്ഷ്മതയാണ് നമുക്ക് വേണ്ടത്. കാരണം വിശുദ്ധ ഖുർആൻ എന്താ പറഞ്ഞെന്നറിയോ? വല്ലദീന യക്നിസൂന الذهب والفضة ولا ينفقونها في سبيل الله فبشرهم بعذاب أليم. സ്വർണവും വെള്ളിയും നിക്ഷേപമാക്കി വെക്കുകയും അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് ചെലവഴിക്കാതിരിക്കുകയും ചെയ്യുന്നവരാരാണോ അവർക്ക് വേദനാജനകമായ ശിക്ഷയെപ്പറ്റി സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക. അപ്പോഴേ 10.5 പവൻ എങ്ങനെ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. അതിനൊരു ന്യായം നമ്മൾ കാണേണ്ടതില്ല. ഇത് വീട്ടിലെ എല്ലാവരതും കൂടി കൂട്ടേണ്ടതില്ല.
വാപ്പാനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പെൺകുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടേത് ഒരുമിച്ച് കൂട്ടാം എന്നതല്ലാതെ ചെറിയ കുട്ടികളുടേത് ഉമ്മാന്റെ കൂടെ കൂട്ടേണ്ടതില്ല, അല്ലെങ്കിൽ കെട്ടിച്ചു വിട്ട മക്കളുടേത് ഉമ്മാന്റെ കൂടെ കൂട്ടേണ്ടതില്ല. അത് അവനാന്റേതായിട്ട് തന്നെ കണക്ക് കൂട്ടുക. മഹർ അതിലേക്ക് കൂട്ടണം. ആഭരണത്തിന് സക്കാത്ത് ഉണ്ടോ ഇല്ലേ, ഫിഖ്ഹിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അതിൽ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കലാണ് പ്രിയപ്പെട്ടവരെ നമുക്കതിൽ ഖൈറ്. ആഭരണം ഇനി ധരിക്കുന്നത് 10 ആണെങ്കിലും 20 ആണെങ്കിലും 5 ഉള്ളെങ്കിലും അതും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. 10 തികയുന്നുണ്ടോ നോക്കേണ്ടത്. ഒരാൾക്ക് 11 ഉണ്ടായി, അപ്പോൾ കൊടുക്കേണ്ടത് ബാക്കി അരപ്പവനല്ല 11 കൊടുക്കേണ്ടത്. 15 ഉണ്ട്, ബാക്കി 10 കഴിഞ്ഞിട്ടുള്ള ആ ഒരു കണക്ക് 5.5 ആ കണക്കിനല്ല, അല്ലെങ്കിൽ 4.5 കൊടുക്കേണ്ടത്, 15 കൊടുക്കേണ്ടത്. എല്ലാം മൊത്തത്തിൽ കൂട്ടിയിട്ടാണ് അതിൽ കൊടുക്കേണ്ടത്. ഇതാണ് സ്വർണവുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംശയങ്ങൾ ഉണ്ടാകും, സ്വാഭാവികമാണ്. പക്ഷേ അതൊക്കെ ഒന്ന് ഇരുന്ന് പഠിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരുപാട് സംവിധാനങ്ങളുണ്ട്, സാഹചര്യങ്ങളുണ്ട്. ഇനി ഇത് ആർക്കപ്പോൾ കൊടുക്കണ കണക്ക് നമ്മൾ പറഞ്ഞു, എത്ര കൊടുക്കണം എന്ന് പറഞ്ഞു, ആർക്ക് കൊടുക്കും? ഞാനൊരു ആയത്തും നമ്പറും മാത്രമേ പറയുന്നുള്ളൂ. സൂറത്ത് തൗബ 60. സൂറത്ത് തൗബ 60 സക്കാത്തിന്റെ അവകാശികളെ പറ്റി ആയത്തിൽ എണ്ണി പറയുന്നുണ്ട്. സൂറത്തു തൗബ 60 എന്ന് മനസ്സിൽ കൊത്തിവെക്കുക. അവരാണ് സക്കാത്തിന്റെ അവകാശികൾ എന്നത്. ഇനി ഇതെങ്ങനെ കൊടുക്കുന്ന, ഇത് കൊടുക്കാൻ ഒരു മാധ്യമം വേണ്ടേ, അല്ലെങ്കിൽ ഇത് എങ്ങനെ കൊടുക്കും, ഈ അവകാശികൾക്ക് എങ്ങനെ കൊടുക്കും? അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരാൾക്ക് ഒറ്റക്ക് കൊടുക്കാം. ഒറ്റക്ക് ഇന്റെ സക്കാത്ത് ഇത്രയെന്നൊക്കെ കണക്ക് കൂട്ടി കൃത്യമായ കണക്ക് വെച്ച്, പലതിനും നമ്മളെടുത്ത് കണക്കുണ്ട്, പക്ഷെ സക്കാത്തിന്റെ കണക്ക് മാത്രമല്ല ഇല്ലാത്തത്. അത് ശരിക്കൊന്ന് ഇരുന്ന് ആലോചിക്കുക. പരലോകത്തിന്റെ വിഷയമാണ്. നാളെ പരലോകത്ത് നമ്മുടെ സമ്പത്ത് ഇങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ചുറ്റിയിട്ടേ നമ്മുടെ മുഖത്ത് ഇങ്ങനെ ഒരു സർപ്പമായിട്ട് വരുന്നാണ്. അത് ഇതിൽ കാണാൻ കഴിയും. അന മാലുക്ക അന കെൻസുക്ക എന്ന് പറഞ്ഞിട്ട് മുഖത്തേക്ക് ഞാൻ നിന്റെ സമ്പാദ്യമാണ്, ഞാൻ നിന്റെ മുതലാണ് എന്ന് പറഞ്ഞ ആ സർപ്പം മാഞ്ഞു കൊത്തുന്ന മനുഷ്യരുണ്ട് എന്നാണ്. നമ്മളാ കൂട്ടത്തിൽ ഇല്ലാതിരിക്കണം എന്നാണ്. അതുകൊണ്ട് ബോധമായി ഇരുന്ന് ആലോചിക്കുക. എങ്ങനെ ഇപ്പൊ ഞാൻ സക്കാത്ത് നിന്ന് രക്ഷപ്പെടുക എന്നല്ല നമ്മൾ ആലോചിക്കേണ്ടത്. സംശയങ്ങൾ ഉണ്ടാവുമ്പോഴും ഞാൻ എത്ര കൊടുക്കേണ്ടത് എന്ന ചിന്തയിലേക്കാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. നമ്മൾ പറഞ്ഞല്ലോ, ഒറ്റയ്ക്ക് നമുക്കത് കൊടുത്തു വീട്ടാം. പക്ഷേ ഒരു പൊതു സംവിധാനം ഉണ്ടെങ്കിൽ, ഒരു സക്കാത്ത് സെല്ല് നമുക്ക് ബോധ്യമുണ്ട്, ആ സക്കാത്ത് സെല്ല് മാന്യമായിട്ട് ആളുകളെ പരിഗണിച്ചുകൊണ്ട് കൃത്യമായി നടന്നു പോകുന്ന ഒരു സംവിധാനം ഉണ്ട് എങ്കിൽ അവിടേക്ക് കൊടുത്താലും മതി എന്നുള്ളതാണ്. ഒറ്റയ്ക്ക് കൊടുത്താലും പ്രശ്നമില്ല. പക്ഷേ പരമാവധി നമ്മൾ ഇത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുക, സക്കാത്ത് സെല്ലുകളെ. കാരണം അവർക്കായിരിക്കും സമൂഹത്തിൽ കൃത്യമായിട്ട് ഒരു ധാരണ ഉണ്ടാവുക. ഓരോ മഹല്ലിനും അത്തരം സക്കാത്ത് സെല്ലുകൾ സംവിധാനിക്കാൻ നാം കൃത്യമായ ഒരു ബോധം, വ്യത്യസ്ത മഹല്ലിലെ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം ഗൗരവമുള്ളത്, സക്കാത്ത് സെല്ല് അവിടെ ഉണ്ട്. അതിൻ്റെ ആളുകൾ ഉത്തരവാദിത്വത്തോടു കൂടി പെരുമാറണം. ഇല്ലെങ്കിൽ റബ്ബിനോട് അതിനെക്കുറിച്ച് മറുപടി പറയേണ്ടി വരുന്ന, നമ്മളെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വത്തിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള ആളുകളെ കണ്ടെത്തുക എന്നതൊരു ഉത്തരവാദിത്വം കൂടിയുണ്ട്. ഇങ്ങോട്ട് ചോദിച്ചു വരിക എന്നതിനപ്പുറത്ത്. കാരണം ഒന്ന് ഫക്കീറാണ്, മിസ്കീനാണ്. ഫക്കീർ ചിലപ്പോൾ എഴുത്തുമായിട്ട് വരും, മിസ്കീൻ എഴുത്തേറ്റ് വരൂല. നമ്മുടെ പരിധിയിലുണ്ടാവും, നമ്മുടെ മഹലിലുണ്ടാവും, നമ്മുടെ അയൽപക്കത്തുണ്ടാവും. അവരെ തിരിച്ചറിയുക എന്നത് നമ്മുടെ മഹലിലെ സക്കാത്ത് സെല്ലിന്റെ ഉത്തരവാദിത്തമാണ്. ഇങ്ങോട്ട് വന്നവരെ മാത്രമല്ല, അങ്ങോട്ട് പോയി കണ്ടെത്താൻ കഴിയണം. അപ്പോഴേ യഥാർത്ഥത്തിൽ ശുദ്ധീകരണവും വളർച്ച എന്ന അർത്ഥമൊക്കെ അതിൽ ക്ലിയർ ആവുള്ളൂ എന്നുള്ളതാണ്. അഭിമാനം സംരക്ഷിക്കണം. ഇത് രണ്ടാമത്തതാണ്. അഭിമാനം ഇത്ര സക്കാത്ത് കിട്ടി, ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനല്ല, കൊടുത്തു, ഇത് ഇന്ന ആളുകൾക്ക് കൊടുത്തു. അവരുടെ അഭിമാനം കൃത്യമായി സംരക്ഷിക്കപ്പെടണം എന്നുള്ളതാണ്. പലയിടങ്ങളിലും പലപ്പോഴും അത് അങ്ങനെ ഒരു പരിഗണന നൽകാറില്ല എന്നതാണ്. അത് വ്യക്തി കൊടുക്കുന്ന രൂപത്തിലാകും ചെയ്യും. എൻ്റെ വീട്ടിലുണ്ട് എൻ്റെ സക്കാത്തിന്റെ ഓഹരി, അവിടെ വന്ന് വാങ്ങിക്കൊണ്ടേക്കോ എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂക്ഷ്മത കുറവ് തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. മാത്രമല്ല, ശാശ്വതമായ പരിഹാരം കാണണം. ഉദാഹരണം പറയാം, ഒരാൾക്ക് പണിയായുധം വാങ്ങിക്കൊടുക്കുക. അയാൾ സക്കാത്തിന്റെ അവകാശം നമുക്ക് ബോധ്യപ്പെട്ടു, അയാൾ വലിയ പ്രയാസത്തിലാണ്, അയാൾക്ക് പണിയായുധങ്ങൾ വാങ്ങിക്കൊടുക്കുക. അല്ലെങ്കിൽ ഉദാഹരണം പറഞ്ഞാൽ ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുക. ചിലപ്പോൾ കൂടുതൽ കൊടുക്കേണ്ടി വരും. ഈ 2000, 3000, 5000 കൊടുക്കുന്നതിന് പകരം ശാശ്വതമായ പരിഹാരം ഉണ്ടോ നോക്കുക. അയാൾക്ക് തെങ്ങ് കയറാൻ അറിയോ, അതിനുള്ള ഉപകരണം വാങ്ങിക്കൊടുക്കുക. കാരണം ഇപ്പൊ അയാൾ അത് വാടക എടുത്തിട്ടാണ് പോണത്, അതിന്റെ ഉപകരണം വാങ്ങിക്കൊടുക്കുക. ഓട്ടോ ഓടിക്കുന്ന ആളാണോ, ഒരു ഓട്ടോറിക്ഷ വാങ്ങിക്കൊടുക്കുക. എന്നാൽ അടുത്ത വർഷം അയാളെ പരിഗണിക്കേണ്ടി വരില്ല, അയാൾ ഇങ്ങോട്ട് കൊണ്ടുതരും. അപ്പൊ ഈ രൂപത്തിൽ ശാശ്വതമായ പരിഹാരത്തിന് എന്തു മാർഗം എന്നതാണ് നമ്മൾ അതിൽ പരിഗണിക്കേണ്ടത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സക്കാത്തിന്റെ എല്ലാ വിഷയങ്ങളും നമ്മൾ സൂചിപ്പിച്ചിട്ടില്ല. അതിന് നമ്മുടെ സമയം പരിമിതിയുണ്ട്. നമ്മൾ ആദ്യം മനസ്സുകൊണ്ട് കൊടുക്കുക, മനസ്സുകൊണ്ട് സക്കാത്ത് കൊടുക്കുക. ഇബ്നു ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞത് അതെ, ആദ്യം മനസ്സുകൊണ്ടാണ് കൊടുക്കുക.
എന്നാലേ കൈകൊണ്ട് കൊടുക്കാൻ പറ്റുകയുള്ളൂ എന്നതാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല സക്കാത്തിനെ കുറിച്ചും അതേപോലെ തന്നെ ദാനധർമ്മങ്ങളെ കുറിച്ചൊക്കെ പഠിക്കുവാനും മനസ്സിലാക്കുവാനും റബ്ബിന്റെ മാർഗത്തിൽ ഉദാരമായി റബ്ബിന് വേണ്ടി ചെലവഴിക്കാൻ സ്വതക്കയുടെ വിഷയത്തിലും സക്കാത്ത് കൃത്യമായി കണക്ക് കൂട്ടി അതിന്റെ ഓഹരി കൃത്യമായി അതിന്റെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട് എന്നൊരു ബോധ്യവും നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. അത് പഠിക്കാനും മനസ്സിലാക്കുവാനുമുള്ള തൗഫീക്ക് നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ മക്കളുടെ വിഷയത്തിൽ ഇതല്ലാത്തതുമായി നീറിപ്പുകഞ്ഞു നിൽക്കുന്ന ആളുകൾ റബ്ബെ ഈ സദസ്സിലുണ്ട്. റബ്ബെ പരിപൂർണമായ ശിഫയും സമാധാനവും നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. സാമ്പത്തികമായി പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട്, കടബാധ്യതകളെ കൊണ്ട് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്, ബിസിനസ് തകർന്നു പോകുമോ എന്നൊരു പ്രയാസം മനസ്സിലുള്ള ആളുകളുണ്ട്. റബ്ബെ നിന്നെ മറക്കാത്ത, ദീനിനെ മറക്കാത്ത, സക്കാത്ത് കൊടുത്തു വീട്ടുന്ന, ദാനധർമ്മങ്ങൾ കൃത്യമായി കൊടുക്കുന്ന നല്ല ഒരു സമ്പാദ്യം റബ്ബെ പകരം നൽകി നീ അവരെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. പ്രത്യേകമായി പ്രാർത്ഥന വസിയത്തുകൾ പറഞ്ഞ ആളുകളുണ്ട്, രോഗികളായിട്ടുള്ള ആളുകളുണ്ട്. റബ്ബെ അവർക്കൊക്കെ ശിഫ നൽകി നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. കഴിഞ്ഞ റമദാനിന് ഞങ്ങളുടെ കൂടെയുള്ള പലരും റബ്ബെ ഈ റമദാനിന് ഞങ്ങളുടെ കൂടെയില്ല. അതിൽ ഞങ്ങളുടെ മക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരുണ്ട്, ബന്ധുമിത്രാദികളുണ്ട്, പരിചയക്കാരുണ്ട്, കുടുംബക്കാരുണ്ട്, അയൽവാസികളുണ്ട്, ഗുരുനാഥന്മാരുണ്ട്, നേതാക്കളുണ്ട്. റബ്ബേ അവരുടെ ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റഹ്മാനെ. ശീതീകരിച്ച ഹാളിലിരുന്ന് നിന്നെക്കുറിച്ചും നിന്റെ ദീനിനെ കുറിച്ചും സക്കാത്തിനെ കുറിച്ചും സ്വതക്കയെ കുറിച്ചും ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ വല്ലാതെ പ്രയാസം അനുഭവിക്കുന്ന ആളുകൾ ലോകത്തിന്റെ മുക്കുമൂലകളിലുണ്ട്. റബ്ബേ പട്ടിണി കിടക്കുന്ന ഞങ്ങളെപ്പോലെ നോമ്പനുഷ്ഠിച്ചിട്ടും യഥാർത്ഥ രൂപത്തിൽ ഒരു ജുമഅക്ക് സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്തവർ ഫിലിസ്തീനിന്റെ മണ്ണിലുണ്ട്, ആഫ്രിക്കൻ നാടുകളിലുണ്ട്, ഷാം പ്രദേശങ്ങളിലുണ്ട്, ഞങ്ങളുടെ രാജ്യത്തിന്റെ വിവിധ മുക്കുമൂലകളിലും ഉണ്ട്. റബ്ബേ നിന്റെ കാരുണ്യമല്ലാതെ മറ്റൊന്നും അവരെ സഹായിക്കാനില്ല. റബ്ബേ അത്തരം പ്രയാസപ്പെടുന്ന ഉമ്മത്തീങ്ങൾക്ക് റബ്ബേ നിന്റെ കാരുണ്യവർഷം ചൊരിഞ്ഞ് അവരെ നീ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന ഈ നിർഭയത്വം, ഞങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു സമാധാനം റബ്ബേ വരും തലമുറകളിലും ഇസ്സത്തോടുകൂടി ഈ ദീനിനു വേണ്ടി നിലകൊള്ളാനും നിലനിർത്തി റബ്ബേ നീ ഞങ്ങളെ അനുഗ്രഹിക്കണമേ റഹ്മാനെ. ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാനും ആ ലാ ഇലാഹ ഇല്ലല്ലാഹയെ മരിക്കുമ്പോഴും ഷഹാദത്ത് കലിമ ഉച്ചരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ച് കൃത്യമായി ദീനിൽ അടിയുറച്ചുകൊണ്ടുള്ള മരണമാക്കി റബ്ബേ നീ ഞങ്ങളെ മാറ്റണമേ റഹ്മാനെ. അല്ലാഹുമ്മ ഇഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിഅൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ വഅജിർ വാലിദീനാ മിനൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين ورحمتك يا أرحم الراحمين. وصلى الله على نبينا محمد وآله وسلم. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കേറെ പരിചിതമായ അൻസാർ അനാഥ വിധവ സംരക്ഷണ പദ്ധതിക്ക് വേണ്ടിയിട്ടുള്ള കളക്ഷനാണ് ഇന്ന് എടുക്കുന്നത്. അതിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിശദമായി